ഡെയിലി യൂസിൻ്റെ മൈലേജും എന്നാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവുള്ളൊരു വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡീസൽ ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ അമേസിങ് 21 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1.25 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 6.25 റുപ്യക്ക് കൊടുക്കുക. കർണാടക നമ്പറായ വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു ഏകദേശം 50 റുപ്യക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇതാണ് ഒറിജിനൽ കേരള. അത് നമുക്ക് മൈലേജ് നോക്കുന്നത് ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു ടയോട്ട എത്തിയോസ് ഡീസൽ വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ എത്തിയോസ് VXT ഡീസൽ ഒറിജിനൽ കേരള വണ്ടി. 90,000 കിലോമീറ്റർ ഓടിന്റെ സിംഗിൾ ഓണർ. ഏകദേശം എത്ര രൂപ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6.5 രൂപക്ക് കൊടുക്കുക. 8 ലക്ഷം റുപ്യ മാർക്കറ്റിലുള്ള വണ്ടിയാണ്. ഫ്രണ്ടേജ് ചെറിയ ക്ലെയിം ഉള്ളതുകൊണ്ട് നമുക്ക് 1.5 ലക്ഷം റുപ്യ മാർക്കറ്റിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഫുൾ ഓൺ അല്ലെങ്കിൽ ക്യാഷ് ബാക്കിൽ തന്നെ വാഹനം ഇറക്കാം. കാട്ടക്കിലാണ് ലൊക്കേഷൻ വരുന്നത്. മേൽമുറി 27 താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് പ്രൈസിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.